ഹലോ, നമസ്കാരം. മലയാളി ട്രാവൽ ഗൈഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തിനടുത്തുള്ള ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു മനോഹരമായ ഒരു സ്ഥലത്തോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പാടവും കായലും പച്ചപ്പും ഇതെല്ലാം ചേർന്ന ഗ്രാമീണ ഭംഗിയുള്ള ഒരു തനി നാട്ടുംപുറമായ വെള്ളായണിയിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പക്ഷേ ഈ വെള്ളായണി എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം ടൗണിൽ നിന്നും ഒരു 10 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രദേശം ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന ഒരു ലൊക്കേഷനാണ്. അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ നാട്ടിലുള്ളവരും പുറം നാട്ടിലുള്ളവരും ഒക്കെ എത്തുന്ന ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് പോയി ഒന്ന് കണ്ടറിയാം. അതുപോലെ തന്നെ പ്രശസ്തമായ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. പുഞ്ചക്കരി റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ പ്രശസ്തമായ ഒരു ഷാപ്പുണ്ട്, അവരുടെ തന്നെ പുഞ്ചക്കരി ഷാപ്പ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ അവിടുത്തെ ഫുഡിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടറിഞ്ഞെത്തിയതാണ്, നല്ല ഫുഡാണ്. അപ്പോൾ അവിടെ പോയി അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ഈ റോഡിൻ്റെ പേര് പത്മശ്രീ തിലകൻ റോഡ് എന്നാണ്. 1989 മോഹൻലാൽ നായകനായ കിരീടം എന്ന സിനിമ ഇറങ്ങിയതോടുകൂടിയാണ് ഈ പാലവും ഈ പ്രദേശവും പ്രശസ്തമായത്. എന്നിട്ട് നമ്മൾ കയറുന്ന ഈ പാലത്തിനാണ് കിരീടം പാലം എന്ന് അറിയപ്പെടുന്നത്. ആ സിനിമ ഇറങ്ങിയ അന്ന് തൊട്ട് ഇവിടെ പ്രാദേശികമായിട്ട് ഇവിടെ വളരെയേറെ പ്രശസ്തമായി മാറി. അതിനുശേഷം ഇതൊരു ഫോട്ടോഷൂട്ട് ഏറിയയായി മാറി. ഒരുപാട് ആളുകൾ ഈ പ്രദേശത്ത് എത്തുന്നുണ്ട് ഫോട്ടോഷൂട്ടും മറ്റുമൊക്കെ ആയിട്ട്. തിരുവനന്തപുരത്തെ ഏക ശുദ്ധജല തടാകമാണ് വെള്ളായണി ലേക്ക് എന്ന് പറയുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഇവിടെ വരുന്ന വിസിറ്റേഴ്സ് ആരും തന്നെ ഇവിടെ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ മാലിന്യങ്ങളൊന്നും തന്നെ ഇവിടെ ഒന്നും തന്നെ നിക്ഷേപിക്കരുത്. അതിനെല്ലാം തന്നെ അവിടെ അവർ ഡ്രമ്മൊക്കെ വെച്ചിട്ടുണ്ട്, അതിനകത്ത് മാത്രം നിക്ഷേപിക്കണം. അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും അത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ പ്രകൃതി, നമ്മുടെ നാട് നമ്മൾ നശിപ്പിക്കുക, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ മാത്രമേ അത് ഫലപ്രാപ്തിയിലെത്തത്തുള്ളൂ. ബോട്ടിങ്ങിനും അതുപോലെ തന്നെ പക്ഷി നിരീക്ഷണത്തിനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. ഗ്രാമീണ ജീവിതത്തിൻ്റെ പ്രശാന്തതയും ശാന്തതയും അനുഭവിക്കണമെങ്കിൽ ഇവിടെ എത്തിച്ചേർന്നാൽ മതി. സവിശേഷമായ ഒരു ആവാസ വ്യവസ്ഥയുടെ ഒരു കൂടാരം ആണ് ഈ വെള്ളായണിയും ഈ പുഞ്ചക്കരി പ്രദേശങ്ങളും എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഏതാണ്ട് 7.5 ഏക്കറിൽ പരന്നു കിടക്കുന്ന വെള്ളായണി കായൽ കുടിവെള്ളത്തിനും ജലസേചനത്തിനുമുള്ള ഒരു പ്രധാന ജലസ്രോതസ്സുമാണ്. അതുപോലെ വെള്ളായണിയിൽ ഏതാണ്ട് 700 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമുണ്ട്, ദേവീക്ഷേത്രം, കാളിക്ഷേത്രം. പക്ഷെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. വളരെ പ്രശസ്തമാണ് ആ ക്ഷേത്രം. പിന്നെ അതുപോലെ നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കൂടിയാണ് ഈ വെള്ളായണി എന്ന് പറയുന്നത്. അവിടോട്ടും നമ്മളിപ്പോൾ പോകുന്നില്ല. നമ്മൾ ഈ ലേക്കും ഇവിടുത്തെ പരിസരമൊക്കെ കണ്ടിട്ട് നമ്മൾ പോവാണ്, പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വളരെ പ്രശസ്തമായ സ്ഥലമാണ് ഈ വെള്ളായണി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ലൊക്കേഷനിൽ നിന്ന് പുഞ്ചക്കരി ഷാപ്പിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഷാപ്പ് ഇവിടെ അടുത്ത് തന്നെയാണ്, റെസ്റ്റോറൻറ്റ് ഇവിടുന്ന് കുറച്ച് ദൂരം മാറിയാണ്. അപ്പോൾ നമുക്ക് ഷാപ്പിലോട്ടൊന്ന് പോയി അവിടെ തിരക്കില്ലെങ്കിൽ ഷാപ്പിലും കയറാം എന്ന് വിചാരിക്കുന്നു. ഷാപ്പിലോട്ട് പോയിട്ട് നമുക്ക് അവിടുത്തെ ഇതൊക്കെ വളരെ തിരക്കാണ് എന്ന് തോന്നുന്നു. ഒരുപാട് വണ്ടി ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു. അങ്ങോട്ട് പോയി നോക്കാം, സാധിക്കുമെങ്കിൽ കയറാം, സ്ഥലം ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഏതാണ്ട് 12 മണിയോളമായി. ഭയങ്കര തിരക്കാണ്. തിരക്കാണ്, ആൾക്കാർ വെളിയിൽ നിൽക്കുകയാണ്, കയറാൻ സാധിക്കുന്നില്ല. അവർ മറ്റേ അകത്ത് കയറിയാൽ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. ഇതാണ് പുഞ്ചക്കരി ഷാപ്പ്. അപ്പോൾ ഇവിടെ ശനി ഞായർ വളരെ തിരക്കാണ്. നേരത്തെ വന്നു കഴിഞ്ഞാൽ ഒരു 10:30-11 മണിയാകുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറി ആഹാരമൊക്കെ കഴിക്കുകയോ എന്തൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളെന്തായാലും തൽക്കാലം ഷാപ്പിൽ കയറുന്നില്ല, ഇവിടുത്തെ തിരക്ക് കാരണം. പിന്നെ എപ്പോഴേലും ഒരു പ്രാവശ്യം ഷാപ്പിൽ വന്ന് കയറാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഇതെല്ലാം വെളിയിൽ നിന്ന് മാത്രം ഒന്ന്
നോക്കി കാണുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം തിരിച്ചത് റെസ്റ്റോറൻറ്റിലോട്ട് പോവാം. അവിടെ ഇവിടെ ഒരേ ഫുഡ് തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ പുഞ്ചക്കരി റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചണിലൊക്കെ ഒന്ന് കയറി നോക്കാൻ പറ്റുമോ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. സമയം 1 മണി കഴിഞ്ഞു. അങ്ങനെ കിച്ചണിൽ കയറിക്കോളാൻ പറഞ്ഞു. പെർമിഷൻ എടുത്തു കയറി. അവിടെ അവരാർക്കും നമ്മളെ നോക്കാൻ സമയമില്ല. അവരെല്ലാം ഭയങ്കര തിരക്കിലാണ്. ഇന്ന് സൺഡേയിൽ എന്താണ് വന്നതെന്ന് ചോദിച്ചു. തിരക്കില്ലാത്ത ദിവസം വന്നിരുന്നെങ്കിൽ എല്ലാം കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് അവർ ഭയങ്കര തിരക്കാണ്, ഭയങ്കര ആളാണ്. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്ന മീന് അവിടെ മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. അത് അവർ ഫ്രൈ ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ 2 കരിമീൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കായലിൽ നിന്ന് പിടിച്ച കരിമീനാണെന്നാണ് പറഞ്ഞത്. അതുപോലെ പോർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അത് കണ്ടു. അപ്പുറത്ത് തന്നെ ബീഫുണ്ട്. പോർക്ക് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഷാപ്പിലോട്ടാണ് ഇതെല്ലാം പോകുന്നത്. റെസ്റ്റോറൻറ്റിനേക്കാൾ കൂടുതൽ ഷാപ്പിലാണ് ഇതൊക്കെ ആവശ്യം വരുന്നത്. പിന്നെ അതുപോലെ ബീഫ് തലക്കറി, മീനിൻ്റെ തലക്കറി വെക്കുന്നു. താറാവ് കറിയുണ്ട്. ഇതാണ് നമ്മൾ ഫിഷ് മസാല പറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ ആവശ്യപ്പെടുന്ന ഫിഷ് അവർ ഫ്രൈ ചെയ്ത് തരും. ഏത് വേണമെന്ന് വെച്ചാൽ വലുപ്പത്തിനനുസരിച്ച് ചെറുതും വലുതുമുണ്ട്. അതിൻ്റെ റേറ്റ് വ്യത്യാസമൊക്കെ വരും. അത് നമുക്ക് അവർ ഫ്രൈ ചെയ്ത് തരും. അതാണ് ഇവിടുത്തെ രീതി. അപ്പോൾ ബോർഡിൽ എഴുതി വെച്ചേക്കുന്നൊക്കെ ഒന്ന് വായിക്കാം. ഞണ്ട്, കണവ, ബീഫ്, താറാവ്, പന്നി, പോർക്ക്, പിന്നെ അപ്പം, പൊറോട്ട, കപ്പ, അതുപോലെ ആവോലി, വിളമീൻ, കലവ, ചെമ്പല്ലി, കൊഞ്ച്, ചിക്കൻ, പുന്നാരമീൻ. കുറേ ഐറ്റംസ് ഇന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ദിവസം ചില ഐറ്റംസ് എല്ലാ ദിവസവും കാണും, ചിലത് വ്യത്യാസം ഉണ്ടാവും. പോർക്ക് അടിക്കും. ഇനി പോർക്ക് അടിക്കും. മറ്റേ ഷാപ്പിൽ കൊണ്ടുപോകും അല്ലേ? ഒരു പ്രാവശ്യം പോർക്കുണ്ടാക്കി വീണ്ടും അടുത്ത പോർക്ക്. എത്ര കിലോ പോർക്ക് വേണ്ടുന്നു? 40 കിലോ ഒന്നിച്ച്. എത്ര കിലോ ഒരു ദിവസം എത്ര കിലോ മതി? 40 കിലോ 30 കിലോ തരും. ബീഫൊക്കെ 30 കിലോ, ബീഫ് 30 കിലോ, പോർക്ക് 30 കിലോ, പിന്നെ താറാവ്. ഇതിൻ്റെ അങ്ങനെ വരും. ലാൽ കരിമീനല്ലേ? ഇത് കരിമീൻ എത്ര ഇതെന്തോ താറാവ് വീണ്ടും താറാവ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ ഓർഡർ ചെയ്ത ഫിഷൊക്കെ റെഡിയായി വന്നു. അപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഐറ്റംസ് നമ്മൾ കപ്പയും ചോറും, കരിമീൻ ഫ്രൈ, ബീഫ് കറി, മീൻ കറി, ഇതെല്ലാം തന്നെ റെഡിയായി വന്നു. അപ്പോൾ അത് കഴിച്ചു നോക്കി. ഞാൻ നേരത്തെ തന്നെ കഴിച്ചിരുന്നു. നല്ല ടേസ്റ്റായിട്ട് തോന്നി. അടിപൊളി ടേസ്റ്റായിട്ട്. ഈ നാടൻ കംപ്ലീറ്റ് ഒരു നാടൻ പ്രതീതിയാണ്, ടേസ്റ്റിൻ്റെ പ്രതീതിയാണ് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും സിറ്റിയിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല. താല്പര്യമുള്ളവർ ഇവിടെ വന്ന് തീർച്ചയായിട്ടും ഇവിടുത്തെ ടേസ്റ്റൊക്കെ ഒന്ന് ആസ്വദിക്കുക. അപ്പോൾ അടുത്ത വീണ്ടും ഒരു ലൊക്കേഷനിൽ നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.